മെയ് 28, 2026 കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില ട്രെൻഡിംഗ് ആയ വാർത്തകളിലൂടെ നമുക്ക് കടന്നുപോകാം. അബ്ദുറഹീമിന്റെ മടങ്ങിവരവാണ് ഇന്ന് കേരളം കണ്ട ആദ്യ വാർത്ത. 2 പതിറ്റാണ്ട് നീണ്ട സൗദിയിലെ ജയിൽവാസത്തിന് ശേഷം അബ്ദുൾ റഹീം ഇന്ന് രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. വധശിക്ഷയിൽ നിന്നും മോചിതനായ അദ്ദേഹത്തെ കാണാൻ വലിയൊരു ജനക്കൂട്ടമാണ് വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത്. കണ്ണീരോടെ വിമാനത്താവളത്തിന് പുറത്തെത്തിയ റഹീം പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി അറിയിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. വീഡിയോൺ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ, ടാങ്ക് നിറയെ എപ്പോഴും വെള്ളം. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശവുമായി കേരളം ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തുടനീളം വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. നിലാവുദിച്ചതിലെ അവ്യക്തതയെ തുടർന്ന് ചിലയിടങ്ങളിൽ തീയതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ മെയ് 28 പെരുന്നാൾ ആഘോഷിക്കുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇഡി റെയ്ഡും CPM നിലപാടും. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. CMRL എക്സാലോജിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത്. ED സംഘത്തിന് നേരെയുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലുണ്ടെന്ന് പാർട്ടി ആരോപിക്കുന്നു. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം. ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തുന്നു. രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ മാറ്റങ്ങൾ സ്വർണ്ണ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് കുറഞ്ഞത്. വിപണിയിലെ ഈ വിലമാറ്റം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വിലയിലെ ചാഞ്ചാട്ടം നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെങ്ങും സാംസ്കാരിക പരിപാടികൾ ഇന്ന് അരങ്ങേറുന്നു. പെരുന്നാൾ അവധിയോടൊപ്പം ഇന്ന് കേരളത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. കൊച്ചിയിൽ സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സെമിനാറും പെരുമഴക്കാലം എന്ന സിനിമയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി ഹാൻഡ്ലൂം മേളകളും ചിത്ര പ്രദർശനങ്ങളും നടക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ ചാനലിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. വിശ്വസനീയമായ സത്യസന്ധമായ വാർത്തകൾ ഞങ്ങൾക്ക് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ അയക്കാവുന്നതാണ്. നിങ്ങളുടെ വാർത്തകൾ ഇവിടെ പ്രൂഫ് ചെക്ക് ചെയ്തതിനു ശേഷം അറിയിക്കുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തട്ടെ.